സത്യം പറയുന്നത് നല്ലതാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ കളവ് പറയുന്നത് ചീത്തയാണ് എന്ന് പറയുന്നു. അപ്പൊ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്? മതം എന്നൊരു ക്രൈറ്റീരിയ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്നത് നല്ലതാണ് ഇതാണ്? ഹലോ, പറയും. അന്നേ വീട്ടിലുള്ളവർ ജോയിൻ ചെയ്തിട്ടില്ല തോന്നുന്നു. റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടി. ഒറ്റ മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ, റെക്കോർഡ് ഓപ്പൺ ആക്കിയിട്ടില്ലല്ലേ? എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ല തോന്നുന്നു. ഞാനിപ്പോ നോക്കുമ്പോൾ ഞാൻ ട്യൂഷനിലായിരുന്നു ഇപ്പോൾ നോക്കിയത്. 1 മിനിറ്റ്, ഞാൻ അവരൊന്ന് വിളിക്കട്ടെ. 1 മിനിറ്റ് കേട്ടോ. ഇത്ര വോയിസിന്റെ ആവശ്യം കണ്ടോടെ. മൊബൈലിലൊക്കെ വിളിച്ചിക്കള് ജോയിൻ ചെയ്തിന്. അതിലതാ സൈക്കോളജി അക്കാദമിന്ന് കാണണേ, കണ്ടില്ലേ? ആ സെൽവി സാറേ തുടങ്ങിക്കോളൂ. അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർ പേര് മാറ്റിയിട്ടുണ്ട്, അതാണ് വെച്ചത്. സൈക്കോളജി അക്കാദമി ക്ലാസ് തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തിയറി ഓഫ് മൊറാലിറ്റി അല്ലെ, അതിലെ ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, ഈ തിയറി അഡ്രസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതവുമായിട്ട് ഈ മൊറാലിറ്റിക്ക് ബന്ധമില്ല എങ്കിൽ മതവുമായി ബന്ധപ്പെടുത്താതെ മൊറാലിറ്റിയെ നമ്മൾ ഒരു കാര്യത്തെ ഗുഡായിട്ട് എങ്ങനെയാണ് തീരുമാനിക്കുക? ഞാൻ ഉദാഹരണം പറഞ്ഞു, സത്യം പറയുക എന്നത് നല്ല കാര്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു, നുണ പറയുക എന്നത് ചീത്ത കാര്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. ഇത് ഏത് അതോറിറ്റിയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്? ഇത് നല്ലതാണ് എന്നും ചീത്തതാണെന്നും ഫിക്സ് ചെയ്യുന്നത് ഏത് അതോറിറ്റിയാണ് എന്നാണ് ഈ ഒരു തിയറി അന്വേഷിക്കുന്നത്, ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ് തിയറി, അപ്പൊ ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്, ഈ ലോകത്ത് കുറെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ചില വാലിഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള കുറെ വാല്യൂസ് ഉണ്ട്. ഉദാഹരണത്തിന് ട്രൂത്ത്, സത്യം എന്ന സാധനം, അതേപോലെ തന്നെ നോൺ വയലന്റ്, അഹിംസ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതേപോലെ തന്നെ ഹോണസ്റ്റി, സത്യസന്ധത എന്നുള്ള കോൺസെപ്റ്റ് തുടങ്ങി നമ്മളെല്ലാവരും, ലോകത്തെ എല്ലാവരും, എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ, അവയെല്ലാം ഒബ്ജക്റ്റീവായിട്ട് തന്നെ ഫിക്സ്ഡ് ആണ്, വാലിഡ് ആണ്. അതൊരിക്കലും മാറാൻ പാടില്ല, ഒരിക്കലും ചേഞ്ച് ആവുന്ന സാധനമല്ല എന്നാണ് ഈ തിയറി പറയുന്നത്. നിങ്ങൾക്ക് ഒബ്ജക്റ്റിവിറ്റി സബ്ജക്റ്റിവിറ്റി അറിയോ? എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർന്ന് വിട്ടാൽ മതി. കോൾ മെസ്സേജിൽ ഏതെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ല, യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിരുന്ന സാധനത്തെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും, അതിനാണ് നമ്മൾ സബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് സൗന്ദര്യത്തെ കുറിച്ചിട്ട് അങ്ങനെ പറയാറുണ്ട്, ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ബിഹോൾഡർ, ഇല്ലെ? കാണുന്ന ആളുടെ കണ്ണിലാണ് ഭംഗി കിടക്കുന്നത് എന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം, അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കുന്ന ഒരു സാധനം ഇത് മറ്റൊരു വ്യക്തി ആസ്വദിച്ചോളണമെന്നില്ല. അപ്പൊ ഈ ആസ്വാദനം, അതേപോലെ ബ്യൂട്ടി, ഇതൊക്കെ എന്താണ്? സബ്ജക്റ്റീവായ സാധനങ്ങളാണ്, ഒരു വ്യക്തിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഒബ്ജക്റ്റീവായ സാധനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതായാലും ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ്, ഈ തിയറി പറഞ്ഞു വെക്കുന്നത്, മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ തിയറി പറയുന്നത്, ലോകത്ത് കുറെ ഒബ്ജക്റ്റീവായിട്ട് തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകളുണ്ട്. സത്യസന്ധത പോലെ, ഹോണസ്റ്റി പോലെയുള്ള, നോൺ വയലൻസ് പോലെയുള്ള കുറെ കോൺസെപ്റ്റുകൾ ഒബ്ജക്റ്റീവ്ലി ഫിക്സ്ഡ് ആയതും വാലിഡ് ആയതുമാണ്. അപ്പൊ ആ മൂല്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മോറൽ നോളേജിന്റെ, നമ്മുടെ ധാർമ്മികതയുടെ ഒരു ബേസ് ഒരുക്കുന്നത്. അപ്പൊ ആ ഒരു നോളേജ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ നല്ലതാണ് എന്ന് തീരുമാനിക്കുന്നതും മറ്റു ചില കാര്യങ്ങൾ ചീത്തയാണ് എന്ന് തീരുമാനിക്കുന്നതും. അല്ലാതെ മതങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല. അപ്പൊ ഏതായാലും
ഈ ഒരു തിയറി പ്രകാരം, ഈ ഒരു തിയറിക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ ദിസ് തിയറി ഒരു മിനിറ്റ്. അപ്പോ അണ്ടർ ദിസ് തിയറി, ഈ ഒരു തിയറി പ്രകാരം ഒരു മോറലി എഡ്യൂക്കേറ്റഡ് ആയ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ധാർമ്മികപരമായ വിദ്യാഭ്യാസം ലഭിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയപ്പെട്ട വാല്യൂസിനെ ഒക്കെയും അംഗീകരിക്കുന്ന, അൺകണ്ടീഷണലി അംഗീകരിക്കുന്ന ആൾക്കാർ മാത്രമേ നമുക്ക് മോറലി എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രൂത്ത്ഫുൾനെസ്, അതേപോലെ നോൺ വയലൻസ്, അതേപോലെ തന്നെ ഹോണസ്റ്റ്, ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്ലി ഫിക്സഡ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള വാല്യൂസിനെ അൺകണ്ടീഷണലി അവർ അനുഭവിക്കുന്ന സർക്കംസ്റ്റൻസ്, അവർ ചിലപ്പോൾ കുടുങ്ങി കിടക്കേക്കരം, ആ സമയത്ത് പോലും ഈ വാല്യൂസിനെ തകർക്കാതെ അതിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് മോറലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയാണ്, അതുകൊണ്ട് തന്നെ ഇത് വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഫിക്സ്ഡ് വാല്യൂസിനെ, ഇത്തരത്തിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂസിനെ കുട്ടികളിൽ ഇൻജക്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ പോലും ആവശ്യകത എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ്, ഈ ഒരു തിയറി പ്രകാരം മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങളുമായി ബന്ധമുള്ളതല്ല. അപ്പൊ ഒരു കാര്യം നല്ലതാണെന്ന് ചീത്താൻ തീരുമാനിക്കുന്ന മതമല്ല, മറിച്ച് നേരത്തെ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഫിക്സഡ് ആയിട്ടുള്ള കുറെ വാല്യൂസ് നമ്മുടെ ഉണ്ട്. ആ ഒരു ബേസിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന നോളേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നല്ലതാണെന്നും ചീത്തയാണെന്നും തീരുമാനിക്കുന്നത് പറയുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ തിയറിക്ക് നേരിടേണ്ടി വന്ന കുറെ വിമർശനങ്ങൾ, അപ്പൊ ബാക്കിയുള്ള പണ്ഡിതന്മാർ, സ്കോളേഴ്സ്, അക്കാഡമീഷ്യൻസ് ചൂണ്ടിക്കാണിക്കുന്ന ഈ തിയറിയിലുള്ള പോരായ്മകളാണ് നമ്മളെടുത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു തിയറി ഒതോറിറ്റേറിയനാണ്, അല്ലെ? ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ റിലീജിയസ് മൊറാലിറ്റി, മതപരമായ ധാർമ്മികതയിലൊക്കെ ഉള്ളതുപോലെ ഒരു ഒതോറിറ്റേറിയൻ സ്വഭാവമാണ് ഈ തിയറി മുന്നോട്ട് വെക്കുന്നത്. ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ വാല്യൂസിനെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതിൽ ഫ്രീ വില്ലില്ല. ഇവർ പറയുന്നത് വെച്ചാൽ ഇത് നേരത്തെ ഫിക്സഡ് ആയതാണ്, നേരത്തെ വാലിഡ് ആയി കിടക്കുന്നതാണ്, അപ്പൊ അതിലൊന്നും മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇത് എന്തിനോട് സമമാണ്? റിലീജിയസ് മൊറാലിറ്റിയോട് സമമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോറൽ എഡ്യൂക്കേഷനും റിലീജിയസ് എഡ്യൂക്കേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മൊറാലിറ്റി നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനോട് ഇത് എതിരാണ്. അപ്പൊ ഈ അക്കോർഡിംഗ് ടു ദിസ് തിയറി മൊറാലിറ്റി എന്തായി മാറുന്നു? അതോറിറ്റേറിയൻ, ഒരു അതോറിറ്ററി ബിഹേവിയർ ഉള്ള ഒരു മാനറിസം ഉള്ള ഒരു കോൺസെപ്റ്റായി മൊറാലിറ്റി മാറുന്നുണ്ട്. ഓക്കെ. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് ഒരു സർക്കംസ്റ്റൻസിലും ചേഞ്ച് ആവാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു, സത്യം പറയുക എന്നുള്ളത് ഈ തിയറി പ്രകാരം എല്ലാ സ്ഥലത്തും സത്യം പറയൽ നിർബന്ധമാണ്. അതൊരിക്കലും മാറില്ല. സത്യം പറയുക നല്ലതാണ് എന്നത് എല്ലാ കാലത്തേക്കും ബാധകമാണ്, എല്ലാ സാഹചര്യങ്ങളിലേക്കും ബാധകമാണ്. നമുക്കറിയാം ചില സന്ദർഭങ്ങളിൽ സത്യം പറയുക എന്നുള്ളത് ചിലപ്പോൾ ചീത്ത കർമ്മമായിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ നഷ്ടമാവുമെങ്കിൽ അവിടെ നുണ പറയുകയാണ് നല്ലത്, ചീത്ത പറയലില്ല. അപ്പൊ ഇറ്റ് ഫെയിൽസ് ബിക്കോസ് നോ വിർച്യൂ ഈസ് യൂണിവേഴ്സലി ഡിസൈറബിൾ ഇൻ ഓൾ സിറ്റുവേഷൻസ്. മോറൽ ആക്ഷൻസ് മസ്റ്റ് കൺസിഡർ കോണ്ടെക്സ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു തിയറി പ്രകാരം മോറൽ ആയിട്ടുള്ള സാധനങ്ങൾ അതോറിറ്റേറിയൻ ആണ്. അപ്പൊ ഒരു സാഹചര്യത്തിൽ പോലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം മൊറാലിറ്റിയിലുള്ള സാധനങ്ങൾ അങ്ങനെയല്ല. കോണ്ടെക്സ്റ്റിനെ കൂടി പരിഗണിച്ചിട്ട് മാത്രമേ ആ ഒരു സാധനത്തെ അത് മോറൽ ആയിട്ടുള്ള ആക്ഷൻ ആണോ അല്ലെ ഇമ്മോറൽ ആയിട്ടുള്ള ആക്ഷൻ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു സത്യം പറയുക എന്നുള്ളത് അത് നല്ല കാര്യമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അയാൾ ആ സത്യം പറയുന്ന കോണ്ടെക്സ്റ്റ് കൂടി നോക്കിയിട്ടാണ്. ഒരാളുടെ കോണ്ടെക്സ്റ്റിൽ ഒരാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ജീവൻ നഷ്ടമാവുമെങ്കിൽ അവിടെ സത്യം പറയുന്നത് നല്ലതല്ല, ചീത്തയാണെന്നർത്ഥം. അവിടെ നുണ പറയുകയാണ് നല്ലത്. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം അങ്ങനെ ഒരു ചേഞ്ച് ആകാനുള്ള ഒരു അവസരം മൊറാലിറ്റിക്ക് ലഭിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇറ്റ് കോംപ്ലിക്സ് വിത്ത് ദ ഹ്യൂമൻ ഫ്രീഡം ആൻഡ് ഓട്ടോണമി. ഈ ഒരു തിയറി പറഞ്ഞ പ്രകാരമുള്ള മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും അവന്റെ സ്വയം നിയന്ത്രിക്കാനുള്ള അവകാശത്തിനും എതിരാവുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്, ശരിക്കൊരു മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ, അവന്റെ വിശ്വാസപ്രകാരം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതായിരിക്കണം മൊറാലിറ്റി.
പക്ഷെ ഇവിടെ മൊറാലിറ്റി അങ്ങനെയല്ല. അവന്റെ ഈ സ്വാതന്ത്ര്യത്തെ അവനക്ക് ഇഷ്ടമുള്ളത് രീതിയിൽ പ്രവർത്തിക്കും, ഇഷ്ടമുള്ള രീതിയിൽ ബിലീവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ അത് മാനിക്കുന്നു. ഇത് നിർബന്ധമായും ശരിയാണെന്ന് വിശ്വസിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു, നിർബന്ധമായും തെറ്റാണെന്ന് വിശ്വസിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി മനുഷ്യന്റെ ഹ്യൂമൻ ഫ്രീഡം ആൻഡ് ഓട്ടോണമിയെ എന്ത് ചെയ്യുന്നുണ്ട് എന്ന കോൺസെപ്റ്റിനോട് എതിരാവുന്നുണ്ട്, അതിനോട് ഹനിക്കുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സ്പീഡൊന്നുമില്ലല്ലോ, ഉണ്ടോ? എന്റെ ക്ലാസ് കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ ഓക്കെ. അതിന്റെ ഒരു കൺഫ്യൂഷൻ അടിയാണെന്ന്. ഓക്കെ, അപ്പോ ദ ബേസിസ് ഓഫ് മൊറാലിറ്റി കുഡ് ബി ഇക്വിറ്റി ഓർ ജസ്റ്റിസ്. ഇപ്പൊ ഈ തിയറി പ്രകാരം നമ്മുടെ മൊറാലിറ്റിയുടെ ബേസ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റീവ്ലി ഫിക്സഡ് ആയിട്ടുള്ള ഈ ട്രൂത്ത്ഫുൾനെസ്, ഹോണസ്റ്റി, നോൺ വയലൻസ് പോലെയുള്ള കോൺസെപ്റ്റുകളാണ് മൊറാലിറ്റിയുടെ ബേസ് ആയി വരുന്നത്. അപ്പോ ഇതിന്റെ വിമർശകർ പറയുന്നത് അത് ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല, മറിച്ച് നമ്മുടെ മൊറാലിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ മോറൽ നോളേജിന്റെ ബേസ് എന്ന് പറയുന്നത് അവയൊന്നുമല്ല, മറിച്ച് ഇക്വിറ്റി അതേപോലെ ജസ്റ്റിസ് എന്നീ രണ്ട്, നീതി അതേപോലെ തന്നെ ഇക്വിറ്റി എന്നീ രണ്ട് കാര്യങ്ങളായിരിക്കണം നമ്മുടെ മോറൽ നോളേജിന്റെ അടിസ്ഥാനപരമായി വർത്തിക്കേണ്ടത്. അല്ലാതെ നേരത്തെ ഒബ്ജക്റ്റീവ്ലി ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്ലി വാലിഡ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ട്രൂത്ത്ഫുൾനെസ് പോലെയുള്ള, ഹോണസ്റ്റി പോലെയുള്ള കോൺസെപ്റ്റ് അല്ല ഇതിന്റെ ബേസ് ആയിട്ട് വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഫ്രീഡം, which means recognizing one's own right to freedom while respecting the identical right of others. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊറാലിറ്റിയിൽ നമ്മുടെ ഫ്രീഡം അംഗീകരിക്കാൻ, നമുക്ക് നമ്മുടെ ഫ്രീഡത്തിനേക്കുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കണം. മറ്റൊരാളുടെ അവകാശങ്ങളെ മാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഫ്രീഡം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, സമ്മതിക്കാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ, അംഗീകരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് മസ്റ്റ് ബി പേഴ്സണലി ഓൺഡ്, നോട്ട് ഇമ്പോസ്ഡ് ഫ്രം ഔട്ട്സൈഡ്. ഈ തിയറി പറയുന്ന പ്രകാരം എല്ലാവരും ഒബ്ജക്റ്റീവ്ലി അംഗീകരിക്കുന്ന ഒരു സാധനമല്ല മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ. ഓരോരുത്തരും വ്യക്തിഗതമായിട്ട് സ്വായത്തമാക്കേണ്ട, മറ്റൊരാളാൽ ഇമ്പോസ് ചെയ്യപ്പെടാതെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമായിരിക്കണം ഈ മോറൽ വാല്യൂസ് എന്ന് പറയുന്ന സാധനങ്ങൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റി മസ്റ്റ് ബി എ റെസ്പോൺസ് ടു സൊസൈറ്റീസ് ചേഞ്ചിങ് ഡിമാൻഡ് suited to free and autonomous individual. മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങളോട് യോജിച്ചതായിരിക്കണം. ഈ തിയറി പറയുന്ന പ്രകാരം എല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും ചില കാര്യങ്ങൾ നല്ലത്, ചില കാര്യങ്ങൾ ചീത്തത്, അതൊരിക്കലും പറ്റില്ല. മറിച്ച് നമ്മുടെ സമൂഹം സമൂഹത്തിന്റെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് മൊറാലിറ്റിയും എന്തായിരിക്കണം, ചേഞ്ചബിൾ ആയിരുന്ന സാധനമായിരിക്കണം. അതേപോലെ തന്നെ സ്യൂട്ടഡ് ടു ഫ്രീ ആൻഡ് ഓട്ടോണമസ് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികളുടെയും ഫ്രീ ആയിട്ടുള്ള അവരുടെ സ്വയം നിയന്ത്രിതാവകാശത്തിന് വകവെച്ച് കൊടുക്കുന്നതായിരിക്കണം. അത് അവരെ ഒന്നും ചെയ്യാൻ വേണ്ടി കമ്പൽ ചെയ്യുന്ന രീതിയിലുള്ള മൊറാലിറ്റി ഒരിക്കലും ശരിയല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ സ്വന്തമായിട്ട് ചിന്തിക്കാൻ, ബാക്കിയുള്ള എക്സ്റ്റേണലി ഇമ്പോസ്ഡ് ആയിട്ടുള്ള പുറത്ത് ആളുകൾ, സമൂഹം ഇമ്പോസ് ചെയ്ത വാല്യൂസിനോട് അവർ യോജിച്ച് പോവുക എന്നതിനപ്പുറം അവർ സ്വന്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് മോറലായിട്ട് ബിഹേവ് ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുക എന്നതാണ് മോറൽ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ലാംഗ്വേജ് ഓഫ് മോറൽസ്. ഇനി അടുത്തത് എന്താണ് ഈ മോറൽസിന്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ, അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയി വരുന്നത് ദ സെൻട്രൽ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പറഞ്ഞാൽ
ഏറ്റവും വലിയ ഗുഡ്, ഏറ്റവും പരമമായ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിറ്റർമൈൻസ് സമ്മം ബോണം. സമ്മം ബോണം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എന്നർത്ഥം. ദ ഹൈയസ്റ്റ് ഓർ അൾട്ടിമേറ്റ് ഗുഡ് ദാറ്റ് സർവ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ എത്തിക്സ്. നമ്മുടെയൊക്കെ എത്തിക്സിന്റെ ഫൗണ്ടേഷനായി വർത്തിക്കുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗുഡ്. എല്ലാ ബിൽഡിംഗ് നമുക്കറിയാം, എല്ലാ വസ്തുക്കൾക്കും ഒരു അടിത്തറ വേണം. ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ബാക്കി എല്ലാം ഉണ്ടാവുക. അപ്പൊ ഇതിൽ ലാംഗ്വേജ് ഓഫ് മോറൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ എത്തിക്സിന്റെ, നമ്മുടെ മൊറാലിറ്റിയുടെ അടിത്തറയായിട്ട് വർത്തിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള നന്മ അല്ലെങ്കിൽ ഗുഡായ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശരി എന്ന് ഒരു ശരി ഉണ്ടാവും. ആ ഒരു ശരിയിലേക്ക് ചേർത്ത് നിർത്തിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇത് ശരിയാണോ മറ്റു തെറ്റാണോ തീരുമാനിക്കുന്നത്, അല്ലെ? നമ്മൾ ഏതൊരു കാര്യത്തെയും ശരിയാണ് തെറ്റാണ് തീരുമാനിക്കണമെങ്കിൽ നമുക്കൊരു സ്കെയിൽ വേണം. ഒരു സ്കെയിൽ, ഒരു അളവ് വെച്ചിട്ട്, ഒരു അളവുകോൽ, ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം വെച്ചിട്ട് ഇന്നത് ശരി അല്ലെങ്കിൽ ഇന്നത് തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ ബാക്കിയുള്ള എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശരി എന്ന് പറയുന്ന സാധനം എന്താണ് എന്നാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തിയറീസുകൾ വന്നിട്ടുണ്ട്, വ്യത്യസ്ത ആശയങ്ങൾ മുമ്പോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഓരോന്നോരോന്നും പരിചയപ്പെടാം. ഈ ഒരു ക്വസ്റ്റ്യനിക്ക് ഏറ്റവും വലിയ ശരി ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നന്മ ഏതാണ്, ഇതിന്റെയൊക്കെ ഫൗണ്ടേഷനായി വർത്തിക്കുന്ന, എത്തിക്സിന്റെ ഒക്കെ ഫൗണ്ടേഷനായി വർത്തിക്കുന്ന ഏറ്റവും വലിയ നന്മ ഏതാണ് എന്ന ചോദ്യത്തിന് പല തിയറീസും പല ആൻസറാണ് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ. ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ. അപ്പൊ ഇവര് പറയുന്നത്, ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ എന്ന ഈ തിയറി മുന്നോട്ട് വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ ഇൻട്രിൻസിക്കലി, ആത്യന്തികമായി തന്നെ അബ്സല്യൂട്ട്ലി ശരിയായിട്ടുള്ള കുറെ കാര്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണം നേരത്തെ പറഞ്ഞ ട്രൂത്ത്, സത്യം, അതേപോലെ ഗുഡ്നസ്, നന്മ, ബ്യൂട്ടി, സൗന്ദര്യം തുടങ്ങിയ ചില കാര്യങ്ങൾ ഒരാളാലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം എല്ലാവരും നന്മയാണ്, നല്ലതാണ് എന്ന് അംഗീകരിക്കുന്ന കുറെ സാധനങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോ ദീസ് വാല്യൂസ് ക്യാൻ ബി ഫോളോഡ് അൺകണ്ടീഷണലി. അപ്പൊ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് വിവേചനാധികാരമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, അഥവാ ഇൻട്രിൻസിക്കലി അതേപോലെ തന്നെ അബ്സല്യൂട്ട്ലി ഗുഡ് ആണെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഈ കാര്യങ്ങൾ, അത് നിർബന്ധമായിട്ടും അൺകണ്ടീഷണലി, അന്ധമായിട്ടും നമ്മൾ നിർബന്ധമായും ഫോളോ ചെയ്യണമെന്നാണ് ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞു വെക്കുന്നത്. ഇവരുടെ ഈ കാഴ്ചപ്പാട് ഇതാണ്. ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഒരു നിലക്കും നമ്മൾ ഒഴിച്ചു നിർത്താൻ പാടില്ലാത്ത, നിർബന്ധമായും അൺകണ്ടീഷണലി പിന്തുടരേണ്ട കാര്യങ്ങളാണെന്നാണ് ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വ്യൂ ആണ് നമ്മുടെ സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ. സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. അവർ പറയുന്നത് അങ്ങനെ ലോകത്ത് അൺകണ്ടീഷണലി ഗുഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനും അപ്ലൈ ആവാതെ അത് നന്മയാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ട രീതിയിലുള്ള ഒരു സാധനം ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത് സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞത് ചില കാര്യങ്ങൾ, ട്രൂത്ത്ഫുൾനെസ് പോലെയുള്ള, ബ്യൂട്ടി പോലെയുള്ള, ഗുഡ്നെസ് പോലെയുള്ള ചില കാര്യങ്ങൾ, അല്ലെ, സത്യം പറയൽ, നന്മകൾ ചെയ്യൽ, അല്ലെങ്കിൽ സൗന്ദര്യം ഉള്ളതാവൽ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഭംഗിയുള്ളതാക്കൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അൺകണ്ടീഷണലി ഗുഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്നാണ് ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറയുന്നത് അൺകണ്ടീഷണലി ഗുഡ് ആവുന്ന, ഒരു കണ്ടീഷനും ഇല്ലാതെ നല്ലതാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനവും ഈ ലോകത്തില്ല എന്നാണ് സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവരുടെ അഭിപ്രായ പ്രകാരം ഒരു വസ്തു നല്ലതാണ് ചീത്തതാണ് എന്നുള്ളത് ഒരു സബ്ജക്റ്റീവ് പെർസെപ്ഷൻ, അതൊരു വ്യക്തികളുടെ തീരുമാനങ്ങളാണ്, കാഴ്ചപ്പാടുകളായിരിക്കും. ചിലപ്പോൾ എനിക്ക് നല്ലതായി തോന്നുന്നത് നിങ്ങൾക്ക് ചീത്തയായിരിക്കാം, നിങ്ങൾക്ക് ചീത്തയായി തോന്നുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ച് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന ആൾക്കാരും എനിക്ക് ചീത്തയായിരിക്കാം. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറയുന്നത് ഗുഡ്നസ് ഈസ് എ സബ്ജക്റ്റീവ് പെർസെപ്ഷൻ. ഒരു വസ്തു നല്ലതാണോ അല്ലയോ എന്നുള്ളത് അത് കംപ്ലീറ്റ്ലി ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും. അത് ആ വ്യക്തിയെ ആശ്രയിച്ചും അയാളുടെ സിറ്റുവേഷനെയും അയാളുടെ ആ ഒരു സമയത്തെയും ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. അത് നല്ലതാണോ ചീത്തയാണോ. ഞാൻ നേരത്തെ പറഞ്ഞു,
സത്യം പറയുക എന്നുള്ളത് എപ്പോഴും നല്ലതാണോ? അല്ല. നേരത്തെ പറഞ്ഞു, ഉദാഹരണം, ഒരാളുടെ ജീവൻ അപകടത്തിലാവുന്ന സമയത്ത് അവിടെ നുണ പറയുക എന്നതായിരിക്കും ഏറ്റവും വലിയ നന്മ. എന്നാൽ മറ്റു ചില ആൾക്കാരെ സംബന്ധിച്ചാൽ ചീത്തയായിരിക്കും നുണ പറയുന്നത്. അപ്പൊ ഏതായാലും സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞു വെക്കുന്നത് ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലോകത്ത് ഒരു സാധനവും അൺകണ്ടീഷണലി നന്മയാണ് അല്ലെങ്കിൽ ഗുഡാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ വസ്തുവും നല്ലതാണോ ചീത്തതാണോ തീരുമാനിക്കുന്നത് ആ വ്യക്തിക്കനുസരിച്ച് കൊണ്ടായിരിക്കണം. അയാളുടെ സിറ്റുവേഷൻ, അയാളുള്ള സമയത്തിനനുസരിച്ചാണ് ഇത് തീരുമാനിക്കപ്പെടേണ്ടത്. അതാണ് സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞു വെക്കുന്നത്. ഇനി യൂട്ടിലിറ്റേറിയൻ വ്യൂ, അടുത്തൊരു കാഴ്ചപ്പാടാണ്. ഈ ഏറ്റവും പരമമായ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നന്മ ഏതാണ് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമ്പോൾ വരുന്ന മറ്റൊരു തിയറിയാണ് യൂട്ടിലിറ്റേറിയൻ വ്യൂ. യൂട്ടിലിറ്റേറിയൻ വ്യൂ പറയുന്നത് വെച്ചാല് ഒരു പ്രവർത്തനം അത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് അത് കൂടുതൽ ആളുകൾക്ക് സന്തോഷം നൽകുന്നുവെങ്കിൽ അത് ശരി, അല്ല എങ്കിൽ തെറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ദ റൈറ്റ് ആക്ട് ഈസ് വാട്ട് പ്രൊഡ്യൂസസ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. കൂടുതൽ ആളുകൾക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യങ്ങളാണ് നന്മ എന്നാണ് ഈ ഒരു യൂട്ടിലിറ്റേറിയൻ തിയറി പറയുന്നത്. യൂട്ടിലിറ്റേറിയൻ തിയറി പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു വസ്തു കൂടുതൽ ആളുകൾക്ക് സന്തോഷം പകരുന്നതാണ് എങ്കിൽ ആ പ്രവർത്തനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ശരിയാണ്, നല്ലതാണ് എന്ന് വിളിക്കാം. അപ്പൊ ഇവരുടെ കാഴ്ചപ്പാട് നമ്മുടെ ഏറ്റവും പരമമായിട്ടുള്ള ഗുഡ്, നമുക്കൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ്, അയാൾക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ് എന്നാണ് ഇവർ പറയുന്നത്. ഹാപ്പിനെസ് ഈസ് ഇറ്റ് സെൽഫ് ദ അൾട്ടിമേറ്റ് ഗുഡ്. ഈ സന്തോഷം പകരുക എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗുഡ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഏതായാലും മറ്റൊരു തിയറി, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു തിയറിയാണ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് വ്യൂ. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ആൻഡ് ഓട്ടോണമി ഓഫ് ദ ഇൻഡിവിജ്വൽ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻഹറന്റ് ഗുഡ്നെസ്. നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവിസ്റ്റുകൾ പറയുന്ന പോലെയോ സബ്ജക്റ്റീവിസ്റ്റുകൾ പറയുന്ന പോലെയോ യൂട്ടിലിറ്റേറിയൻ തിയറിക്കാർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ, മറിച്ച് ഓരോ വ്യക്തിയുടെയും ആഗ്രഹം, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ വില്ലിന്റെ ഫ്രീഡം, അതേപോലെ ഓട്ടോണമിയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു വസ്തു നല്ലതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാഴ്ചപ്രകാരം ഒരു മനുഷ്യന്റെ ഫ്രീഡത്തെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെയും നല്ലതായിരിക്കും, ഒരു മനുഷ്യന്റെ ഫ്രീഡത്തെ ഹനിക്കുന്നതൊക്കെയും ചീത്തയായിരിക്കും എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലാംഗ്വേജ് ഓഫ് മോറൽസ് എന്ന ഈ ഹെഡിങ്ങിന് കീഴിൽ നമ്മൾ കുറച്ച് തിയറികളാണ് പരിചയപ്പെടുന്നത്. ലാംഗ്വേജ് ഓഫ് മോറൽസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അൾട്ടിമേറ്റ് നമ്മൾ പറഞ്ഞു, എത്തിക്സിന് ഒരു ബേസ് വേണം, ഏതൊരു കാര്യത്തിനും ഒരു ബേസ് വേണം. ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഈ ലാംഗ്വേജ് ഓഫ് മോറൽസ് വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള എത്തിക്സിനെ നമ്മൾ ഏത് ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചെടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് പലരും പല മറുപടിയാണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ ഉണ്ട്, സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ ഉണ്ട്, യൂട്ടിലിറ്റേറിയൻ വ്യൂ ഉണ്ട്, എക്സിസ്റ്റൻഷ്യലിസ്റ്റ് വ്യൂ ഉണ്ട്. എഴുതിക്കാം. അപ്പോ എന്താ പറയാ, സബ്ജക്റ്റീവിസ്റ്റ് ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറയുന്നത് ലോകത്ത് ചില കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ട്രൂത്ത്ഫുൾനെസ് പോലെ, ഗുഡ്നെസ് പോലെ, ബ്യൂട്ടി പോലെ ചില കാര്യങ്ങൾ ഓൾറെഡി ഫിക്സഡ് ആണ്. അത് നല്ലതാണ് എന്ന് ഫിക്സഡ് ആയിട്ടാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യപ്പെടണം? അൺകണ്ടീഷണലി ഫോളോ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഉള്ള സബ്ജക്റ്റീവ് തിയറിക്കാർ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഒരു വസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റില്ല, അത് നിരുപാധികം ഒരു കണ്ടീഷനും ഇല്ലാതെ നല്ലതാണെന്ന് പറയാൻ പറ്റിയ ഒന്നും ഈ ലോകത്തില്ല എന്നാണ് സബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറയുന്നത്. അപ്പൊ അവരുടെ കാഴ്ചപ്രകാരം ഓരോ വസ്തുവും നല്ലതും ചീത്തതുമാവുന്നത് അത് ആ വ്യക്തിക്കനുസരിച്ചും അയാളുടെ സമയം, അയാളുടെ കോണ്ടക്സ്റ്റിന് അനുസരിച്ചുമായിരിക്കും. പിന്നെ യൂട്ടിലിറ്റേറിയൻ വ്യൂ പറയുന്നത് ഒരു വസ്തു ശരിയായി മാറുന്നത്, ഒരു വസ്തു നല്ലതായി മാറുന്നത് എപ്പോഴാണ്? ആ വസ്തു ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ആ വസ്തു നല്ലതാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് ഹാപ്പിനെസ് ആണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗുഡ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് തിയറി പറയുന്നത് ഒരു മനുഷ്യന്റെ ഫ്രീഡം അത് പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെയും നല്ലതും അതല്ലാത്തതൊക്കെയും ചീത്തയുമാണ് എന്നാണ് ആ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. ക്ലിയർ അല്ലേ?
ഓക്കെ, ഇനി അടുത്തത് ക്രിട്ടിക്യോ ഓഫ് ദീസ് തിയറീസ്. ഈ തിയറികൾക്ക് നേരെ വന്നിട്ടുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോ ഒബ്ജക്റ്റീവിസ്റ്റ് തിയറി പറഞ്ഞു, സബ്ജക്റ്റീവിസ്റ്റ് തിയറി പറഞ്ഞു, യൂട്ടിലിറ്റേറിയൻ തിയറി പറഞ്ഞു, അതേപോലെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് തിയറി പറഞ്ഞു. അപ്പൊ പൊതുവെ ഈ തിയറികൾക്ക് നേരെ വന്നിട്ടുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ഒരു ഈ തിയറികളുടെ ഓരോന്നിന്റെയും പോരായ്മ പറയാം. ഒന്നാമത്തെ ഒരു നെഗറ്റീവ് പോയിന്റ് പറഞ്ഞാൽ എ ഫണ്ടമെന്റൽ ക്രിട്ടിക് ആസ് വെദർ എനി പ്രപ്പോസൽ ഗുഡ് ഈസ് ഗുഡ് അണ്ടർ ഓൾ കണ്ടീഷൻസ്. നമുക്കറിയാം ഒബ്ജക്റ്റീവിസ്റ്റുകൾ പറയുന്നത് ചില കാര്യങ്ങൾ ഏത് സാഹചര്യത്തിലും നല്ലതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ ഇതിനെതിരെ വന്ന ഒരു വിമർശനമാണ്, അങ്ങനെ എല്ലാ സാഹചര്യത്തിലും നല്ലതായി മാത്രം പരിഗണിക്കപ്പെടാവുന്ന എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ? ഇല്ല എന്നാണ് മറുപടി. റിഫ്ലക്ഷൻ സജസ്റ്റ് നോ സച്ച് തിങ് ഈസ് അൺകണ്ടീഷണലി ഗുഡ്. ഇല്ല, നമുക്ക് ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ എല്ലാ സാഹചര്യത്തിലും എല്ലാ കോണ്ടക്സ്റ്റിലും ശരിയാവുന്ന നന്മയായി മാത്രം പരിഗണിക്കാവുന്ന ഒരു സാധനവും നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഇമാനുവൽ കാന്റ് ഒക്കെ പറയുന്നത് നമ്മുടെ ഗുഡ് വിൽ, ഒരു നല്ലൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ഗുഡ് വിൽ മാത്രമേ ഒരു കണ്ടീഷനും ഇല്ലാതെ മറ്റൊന്നും പരിഗണിക്കാതെ ഒരു വസ്തുവിനെ നമുക്ക് നല്ലതാണെന്ന് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ അത് ആരെ മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ? മനുഷ്യന്റെ ഗുഡ് വിൽ മാത്രമേ ഒരു കണ്ടീഷനും അപ്ലൈ ആവാതെ നന്മയായി മാറുന്ന, ഗുഡായി പരിഗണിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് ഗുഡ് വിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊക്കെയും, അത് സത്യം പറയുന്നതായിക്കോട്ടെ, ആളുകളെ സഹായിക്കുന്നതായിക്കോട്ടെ, ഒരാളുടെ കരുണ കാണിക്കുന്നതായിക്കോട്ടെ, അത് ശരിയായി മാറുന്നത്, അത് നന്മയായി മാറുന്നത് അത് ചെയ്യപ്പെടുന്ന കോണ്ടക്സ്റ്റ് അനുസരിച്ച് മാത്രമായിരിക്കും എന്നാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഇനി ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഫോം വിയസ് കണ്ടന്റ് ഇൻ മൊറാലിറ്റി. നമുക്കറിയാം ഒരു കാര്യത്തിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ സത്യം പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ പറയുന്ന കണ്ടന്റ് ഉണ്ട്, നമ്മൾ ആ സാധനം പറയാനുള്ള കാരണമുണ്ട്. അപ്പൊ ഇതിൽ ഏത് അടിസ്ഥാനമാക്കിയിട്ടാണ്? കണ്ടന്റ് കാരണമാണ് ഒരു വസ്തു സത്യമായി തീരുന്നത് അല്ലെങ്കിൽ നന്മയായി തീരുന്നത്, അല്ല ആ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള അയാളുടെ മോട്ടീവ്, അതിന്റെ കാരണം നോക്കിയിട്ടാണോ നമ്മൾ ആ വസ്തുവിനെ നല്ലതായിട്ട് തീരുമാനിക്കുന്നത്, എന്തൊക്കെ നോക്കിയിട്ടാണെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൽ വരുന്നൊരു വിമർശനം എന്ന് പറഞ്ഞു ഒരു വസ്തു നല്ലതാണെന്ന് തീരുമാനിക്കേണ്ടത് ആ വസ്തുവിലെ കണ്ടന്റിനെ നോക്കിയിട്ടാണോ, അല്ല ആ വസ്തു ചെയ്യാനുള്ള കാരണം എന്താണോ അത് നോക്കിയിട്ടാണോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഒരു ആശുപത്രി എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു, അല്ലെ? ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളൊരു കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാന്നായിരിക്കും. നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അപ്പൊ ഇങ്ങനെ മസിൽ പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് എനിക്കുള്ളിൽ ആ മെസ്സേജ് ആയിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്തെന്നായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെ വെറും ഒരു ജസ്റ്റ് ഒരു ഫിലോസഫിക്കൽ തോട്ട് മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഞാൻ കുറച്ചും കൂടി ഉദാഹരണം പറയാം. ഓർമ്മ കിട്ടാൽ മതി. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറയുന്നില്ല. ഒന്നുകൂടി ക്ലാരിറ്റി ആവാം. ഓക്കെ, അപ്പൊ ഇത്ര ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മള് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ഏത് ബിൽഡിംഗ് ആയിക്കോട്ടെ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് ആയിക്കോട്ടെ, എല്ലാറ്റിനും ഒരു അടിസ്ഥാനം, ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടുത്തെ ചോദ്യം, നമ്മൾ കുറെ കാര്യങ്ങൾ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു, ചീത്തയാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസം, ഇത് നല്ലതാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചീത്തയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ വേണ്ടേ, ഒരു ഫൗണ്ടേഷൻ വേണ്ടേ? ആ ഫൗണ്ടേഷൻ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകളുണ്ട്. അപ്പൊ ഒബ്ജക്റ്റീവിസ്റ്റ് തിയറിക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിസ്റ്റ് കാഴ്ചപ്പാടുള്ള ആൾക്കാർ പറയുന്നത്, ലോകത്ത് ഇൻഹറന്റ്ലി ഗുഡ് ആയിട്ടുള്ള, ആത്യന്തികമായിട്ട് ഏത് കോണ്ടക്സ്റ്റിൽ പോയാലും ശരിയായും മാറുന്ന കുറെ കോൺസെപ്റ്റുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കോൺസെപ്റ്റുകളാണ് നമ്മുടെ മൊറാലിറ്റിയുടെ, എത്തിക്സിന്റെ അടിസ്ഥാനം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ സബ്ജക്റ്റീവിസ്റ്റുകൾ പറയുന്നത് അങ്ങനെ അല്ല കാര്യങ്ങൾ, മറിച്ച് ഒരു സാധനം നല്ലതാണോ ചീത്തയാണോ നമ്മൾ തീരുമാനിക്കുന്ന ക്രൈറ്റീരിയ
ആ സബ്ജക്റ്റീവാണ്. ഓരോ വ്യക്തിക്കനുസരിച്ച് കൊണ്ടാണ്, ആ വ്യക്തിയുടെ കോണ്ടെക്സ്റ്റിനും അയാളുടെ ടൈമിനും അനുസരിച്ച് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അയാളുള്ള സമയം, അയാളുടെ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരു വസ്തു ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നാണ് സബ്ജക്റ്റീവിസ്റ്റ് തിയറിക്കാർ പറയുന്നത്. യൂട്ടിലിറ്റേറിയൻ വ്യൂസ് കാഴ്ചപ്പാടുകൾ പറയുന്നത് ഒരു വസ്തു ശരിയാണോ തെറ്റാണോ തീരുമാനിക്കേണ്ടത് ആ കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് സന്തോഷം പകരുന്നതാണ് എങ്കിൽ ശരി, അല്ല എങ്കിൽ തെറ്റ് എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യൂ ഉണ്ടായിരുന്നത് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് വ്യൂ ആയിരുന്നു. ഇവർ പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് തിന്മയും, ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യം നമ്മൾ മാനിക്കുന്നുണ്ട് എങ്കിൽ അത് നന്മയും ആണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി ഈ തിയറികൾക്ക് നേരെ വന്ന വിമർശനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു വിമർശനം പറഞ്ഞു. ഒന്നാമത്തെ വിമർശനം നമ്മൾ പറഞ്ഞത് ഈ ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂവിലെ കാഴ്ചപ്പാടിനെതിരെയാണ്. ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞത് ചില കാര്യങ്ങൾ, ചില കോൺസെപ്റ്റുകൾ ഇൻഹറന്റ്ലി ഗുഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇല്ല, ആത്യന്തികമായിട്ട് ശരി മാത്രമേ ആകുന്നു, ഏത് കോണ്ടക്സ്റ്റിൽ പോയാലും ശരി മാത്രമാകുന്ന കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട് എന്നാണ് ഒബ്ജക്റ്റീവിസ്റ്റ് വ്യൂ പറഞ്ഞത്. അതിനെതിരെയാണ് ആദ്യത്തെ വിമർശനം വരുന്നത്. അങ്ങനെ എല്ലാ കോണ്ടെക്സ്റ്റിലും ശരി മാത്രമാകുന്ന, നമുക്ക് അത് നന്മയായിട്ട് മാത്രം പരിഗണിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റും ഇല്ല എന്നതാണ് ഒന്നാമത്തെ വിമർശനം. കാരണം ഏത് കാര്യം എടുത്തു നോക്കിയാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് അത് സംഭവിക്കുന്ന കോണ്ടെക്സ്റ്റിൽ കൂടി പരിഗണിച്ചിട്ടായിരിക്കണം എന്നാണ് ഒന്നാമത്തിൽ പറയുന്നത്. ഇനി മറ്റൊരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ശരിയായി മാറുന്നത് അതിന്റെ ഫോം, ആ ഒരു കാര്യം ചെയ്യാനുള്ള മോട്ടീവ് നോക്കിയിട്ടാണോ ആ കാര്യം ശരിയാണോ തീരുമാനിക്കേണ്ടത്, അല്ല അതിലെ കണ്ടന്റ് നോക്കിയിട്ടാണോ ആ കാര്യം ശരിയാണോ തെറ്റാണോ തീരുമാനിക്കേണ്ടത് അടുത്തൊരു ചർച്ച വരുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ആശുപത്രി പ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു എന്ന് വിചാരിക്കാം. ഒരു നാട്ടിൽ ഒരു പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവര് ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തി കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ കണ്ടന്റ് പറഞ്ഞാൽ എന്താ? പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാൻ നമ്മൾ സംഭവിക്കുന്നത്. ഇനി ഇതിന്റെ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് വെറും ഷേപ്പ് അല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് റീസൺ ബിഹൈൻഡ് ദ ആക്ഷൻ. ഇല്ല, ഒരു പ്രവർത്തനം ചെയ്യുന്നത് പിന്നിലെ മോട്ടീവ് അല്ലെങ്കിൽ കാരണത്തെയാണ് നമ്മളിവിടെ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ആശുപത്രിക്കാര് ഇത് നടത്തിയത് പിന്നിലുള്ള ഉദ്ദേശം അവർക്ക് കുറച്ച് ഭാവി എന്ത് ചെയ്യണം, ഈ നാട്ടുകാർ അവരുടെ ആശുപത്രിയിലേക്ക് വന്നിട്ട് പൈസ കൊടുത്ത് ചികിത്സിക്കാനുള്ള ആൾക്കാരായി മാറണം എന്നാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ആ ഉദ്ദേശം നല്ലതാണോ ചീത്തയാണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നത് നോക്കാനാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു, ഒരു റൂറൽ ഏരിയയിൽ പോയിട്ട് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. അപ്പൊ അതിന് കണ്ടന്റ് എന്താണ്? കണ്ടന്റ് നോക്കുമ്പോൾ അവർ ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു, ഇല്ലേ? അവരെ പാവപ്പെട്ടവരെ സഹായിക്കുന്നു. ഇനി അതിന്റെ ഫോം, ഇവർ നടത്താനുള്ള ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ പരിശോധിച്ച് നോക്കി. ഇവരോട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ ഉദ്ദേശം? ഇത് ഞങ്ങൾ ചൂണ്ടയിടുന്നതാണ്, അല്ലേ? ഇപ്പൊ ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഞങ്ങളുടെ ആശുപത്രിയോട് സ്നേഹം കൂടും, പിന്നെ പിന്നീട് അവരെന്തായി മാറും, ഞങ്ങളുടെ കസ്റ്റമറായി മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് എന്നാണ് അവരുടെ മറുപടി. എങ്കിൽ ആ ഒരു അവിടുത്തെ ഫോം, ഇവിടുത്തെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താനുള്ള ഈ റീസൺ അത് ശരിയാണോ തെറ്റാണോ? ആരെങ്കിലും ഒന്ന് പറയോ? ഒന്ന് ഒബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോ അത് ശരിയും സബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോ അത് തെറ്റുമല്ലേ? ആയിക്കോട്ടെ, അങ്ങനെയാണ്. അപ്പൊ ഏതായാലും സബ്ജക്റ്റീവായി നോക്കുമ്പോൾ തെറ്റും ഒബ്ജക്റ്റീവായി നോക്കുമ്പോൾ ശരിയുമാണ് ഒരാൾ പ്രതികരിച്ചത്. അപ്പൊ ശരിക്കും ഇത് ശരിയല്ല, അല്ലല്ലോ. കാരണം അയാൾ ഇത് ചെയ്യുന്നത് ദയർ ഓൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതിനു വേണ്ടിയില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം ഇതേപോലെ ഈ ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഇയാൾ നടത്തിയത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഇവർ നടത്തിയ പുണ്യകർമ്മം എന്ന ആ പരിപാടി കണ്ടന്റ് നോക്കിയിട്ടാണോ, അല്ല ഇവർ നടത്തിയതിന് പിന്നിലെ ഇവരുടെ ഫോം, അതിന്റെ റീസൺ നോക്കിയിട്ടാണോ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാണ് ചർച്ച. അപ്പൊ ഇനി ലാസ്റ്റ് ഇൻഷോട്ട് പറയാം, ഒരു കാര്യത്തിന്റെ ഫോം, അത് ചെയ്യാനുള്ള കാരണം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഒരു കാര്യത്തെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കേണ്ടത്, ഗുഡ് അല്ലെങ്കിൽ റോങ് ആയിട്ട് പരിഗണിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ. The difficulty in defining universal moral principles come from confusing the form of an action with its content. നമുക്ക്
ഈ മൊറാലിറ്റിയുടെ പ്രിൻസിപ്പിൾസിനെ, യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്യാൻ എടുത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് ഫോമിനെയാണോ പരിഗണിക്കേണ്ടത്, അഥവാ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള കാരണത്തെയാണോ പരിഗണിക്കേണ്ടത്, അല്ല അതിലെ കണ്ടന്റിനെയാണോ പരിഗണിക്കേണ്ടത്. ഒരു വസ്തു നന്മയായി ചാപ്പുകുത്താൻ അല്ലെങ്കിൽ തിന്മയാണെന്ന് ചാപ്പുകുത്താൻ അതിന്റെ കണ്ടന്റ് മാത്രമാണോ നോക്കേണ്ടത്, അല്ല ഫോമിനെയാണോ നോക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, യൂണിവേഴ്സൽ ആയിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഡിഫൈൻ ചെയ്യുന്നതിൽ പ്രയാസം വരുന്നത്. ഡൗണി ആൻഡ് കെല്ലിയെ പോലുള്ള ഫിലോസഫേഴ്സ് ഒക്കെ പറയുന്നത് എറർ ലൈസ് ഇൻ ജഡ്ജിങ് ദ കണ്ടന്റ് വൈൽ ഇഗ്നോറിംഗ് ദ ഫോം, ദ റീസൺ ബിഹൈൻഡ് ദ ആക്ഷൻ. ഈ ഡൗൺ ആൻഡ് കെല്ലിയെ പോലുള്ള ഫിലോസഫേഴ്സ് പറയുന്നത് ഒരു സാധനത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ വിലയിരുത്തേണ്ടത് അതിന്റെ ഫോമിനെ കൂടിയാണ്, കണ്ടന്റിനെ മാത്രം അല്ല വിലയിരുത്തേണ്ടത്. എറർ ലൈസ് ഇൻ ജഡ്ജിങ് ദ കണ്ടന്റ് വൈൽ ഇഗ്നോറിംഗ് ദ ഫോം, ദ റീസൺസ് ബിഹൈൻഡ് ദ ആക്ഷൻ. ഒരു കാര്യം ചെയ്യാനുള്ള കാരണം, അയാളെ പ്രേരിപ്പിച്ച മോട്ടീവിനെ പരിഗണിക്കാതെ അതിലെ കണ്ടന്റ് മാത്രം പരിഗണിക്കുമ്പോഴാണ് നമ്മൾ തെറ്റ് സംഭവിക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ നന്മയാണ് അല്ലെങ്കിൽ തിന്മയാണെന്ന് തീരുമാനിക്കുമ്പോൾ അവിടുത്തെ കണ്ടന്റിനെ മാത്രം പരിഗണിക്കുമ്പോഴാണ് പ്രശ്നം സംഭവിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം, ഡൗണി ആൻഡ് കെല്ലിയുടെ ഒക്കെ അഭിപ്രായ പ്രകാരം ഒരു വസ്തു ഗുഡ് അല്ലെങ്കിൽ റോങ് ആയിട്ട് മാറുന്നത് അതിന്റെ കണ്ടന്റ് മാത്രം നോക്കിയിട്ടല്ല, ഫോം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ അതേപോലെ തന്നെ RS പീറ്റേഴ്സ് എന്നുള്ള അക്കാഡമിക്സ് സ്കൂൾ ഓഫ് ഫിലോസഫേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇംപാർഷ്യാലിറ്റി പോലെ. ഇംപാർഷ്യാലിറ്റി പറഞ്ഞാൽ എന്താ, നിഷ്പക്ഷമായി പെരുമാറുക എന്ന് പറയും. ഇംപാർഷ്യാലിറ്റി ആരോടും ഒരു പക്ഷം ചേരാനുള്ള പെരുമാറ്റം, നിഷ്പക്ഷം എന്ന് പറയാം. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇംപാർഷ്യാലിറ്റി, അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് റെസ്പെക്ട് ടു ഫോർ പേഴ്സൺസ്, മറ്റുള്ള വ്യക്തികളെ ബഹുമാനിക്കുക തുടങ്ങിയ കുറെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്, കുറെ കാര്യങ്ങൾ ആരൊക്കെ RS പീറ്റേഴ്സ് എന്നുള്ള ഫിലോസഫറൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെയും അപ്പൊ ഇദ്ദേഹം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഇംപാർഷ്യാലിറ്റി, പക്ഷപാതിത്വം കാണിക്കാതിരിക്കുക, നിഷ്പക്ഷമായി പെരുമാറുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ ബഹുമാനിക്കുക എന്നുള്ള ഈ സാധനങ്ങളൊക്കെയും അതും കണ്ടീഷണലാണ്. അത് എപ്പോഴും ശരിയല്ല. അത് ചില കോണ്ടക്സ്റ്റിൽ മാത്രം, ചില സമയത്തിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. പക്ഷേ നോട്ട് ഓൾവേസ് ഗുഡ് ഇൻ എവറി സർക്കംസ്. ആ RS പീറ്റേഴ്സ് ഒക്കെ യൂണിവേഴ്സലി ഗുഡ് ആണെന്ന് എണ്ണുന്ന ഇത്തരത്തിലുള്ള ഈ പ്രിൻസിപ്പിൾസ് ഒക്കെയും അതും കണ്ടീഷണലാണ്. അതും നിശ്ചിത കണ്ടീഷൻ ഒത്താൽ മാത്രമേ ശരിയായിട്ട് പരിഗണിക്കാൻ പറ്റൂ. അല്ലാതെ അവ എല്ലാ കോണ്ടക്സ്റ്റിലും അവ ശരിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ therefore സ്പെസിഫിക് വിർച്യൂസ്, അല്ലെ, അത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ട്രൂത്ത് ടെല്ലിംഗ്, സത്യം പറയുക എന്നതുപോലുള്ള ചില പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദ കണ്ടന്റ് ഓർ മാറ്റർ ഓഫ് മൊറാലിറ്റി. അതെന്താണ്, ഈ മൊറാലിറ്റിയുടെ കണ്ടന്റിനെയാണ് ഉണ്ടാക്കുന്നത്, നോട്ട് ഇറ്റ്സ് എസെൻഷ്യൽ ഫോം ഓർ മാനർ. അല്ലാതെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ ഫോമിനെ രൂപീകരിക്കാൻ സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വെറും ഒരു ബാഗ് ഓഫ് വിർച്യൂസ്, കുറെ വിർച്യൂസിന്റെ ഒരു ബാഗായിട്ട് മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മൊറാലിറ്റി ആയിട്ട് നമ്മുടെ സ്വഭാവത്തിലേക്ക് സാംശീകരിക്കേണ്ട ഒരു മൊറാലിറ്റി ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മറിച്ച് കണ്ടന്റിനൊപ്പം ഫോം കൂടി പരിഗണിക്കപ്പെടുമ്പോൾ മാത്രമേ അവിടെ ഒരു കാര്യത്തിൽ നമുക്ക് ഗുഡ് ഓർ റോങ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അത് ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ പറഞ്ഞു ക്ലിയർ ആയോ എന്താണ് ഈ ഫോം കൊണ്ട് ഉദ്ദേശിച്ചത്, അതേപോലെ എന്താണ് ഈ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? ഒന്ന് പറയൂ. ഇപ്പോ സൗജന്യ നേത്ര പരിശോധന അറിയും. അപ്പൊ എല്ലാരും അത് പോയിട്ട് സൗജന്യാണല്ലോ, അത് ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ ഞാനാണ് ചിന്തിക്കുക, ഇത് അവിടെ ചെന്നിട്ട് പറയും ഇത് കണ്ണിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഈ ക്ലിനിക്കിക്ക് വരണം കേട്ടോ എന്ന് പറയും. അങ്ങനെ ഓരോ അതിനുള്ള ഒരു എമൗണ്ടും കാര്യങ്ങളും ആ ക്ലിനിക്കിക്ക് അന്നേ ദിവസം വരണം എന്ന് പറഞ്ഞ് ഓരോരോ കാര്യം കൂടി അതിൽ നോക്കണ്ടല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കും. അതെ അതെ. അപ്പൊ എനിക്ക് കണ്ടന്റ് എന്താണ്, ഫോം എന്താണെന്ന് മനസ്സിലായത്. ഇവിടെ നമുക്കിവിടെ രണ്ട് കോൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ഒരു കാര്യം ഗുഡ് അല്ലെങ്കിൽ റോങ് ആണ് തീരുമാനിക്കണമെങ്കിൽ അതിന്റെ കണ്ടന്റിന്റെ ഒപ്പം ഫോം കൂടി പരിഗണിക്കാമെന്നാണ് പറഞ്ഞു വെച്ചത്. അത് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ് സർ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഐ ക്യാമ്പില് അതിന്റെ കണ്ടന്റ് ഗുഡ്, കണ്ടന്റ് നോക്കുമ്പോൾ അത് ഗുഡ് ആണെങ്കിലും പക്ഷെ അതിന്റെ ഫോം നോക്കുമ്പോൾ എന്താണ്, തെറ്റാണെന്ന് പറയേണ്ടി വരും. ഓക്കെ.
അപ്പോൾ ഇനി ദ ഫോം ഓഫ് മൊറാലിറ്റി. എന്താണ് ഈ ഫോം ഓഫ് മൊറാലിറ്റി? നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത ഈ ഫോം ഓഫ് മൊറാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദ ഫോം ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ റീസണബിൾനെസ് ഓർ റേഷണാലിറ്റി, നോട്ട് ദ സ്പെസിഫിക് വിർച്യു ഓർ ആക്ഷൻസ്. സത്യം പറയുക എന്ന ആ സാധനത്തില് നമ്മൾ ഫോം വിളിക്കുന്നത്, മറിച്ച് സത്യം പറയാനുള്ളതായ കാരണം, എന്തുകൊണ്ട് അയാൾ സത്യം പറഞ്ഞു എന്നുള്ള ആ റീസണബിൾനെസ് അല്ലെങ്കിൽ അതിന്റെ പിന്നുള്ള റേഷണാലിറ്റി ആണ് നമ്മൾ ഫോം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാം ഒരു സ്വഭാവം, ഒരു കാര്യം അത് മോറലി ഗുഡ് ആണ് എന്ന് തീരുമാനിക്കുന്നത് അത് റേഷണൽ ആണെങ്കിൽ അല്ലെങ്കിൽ റീസണബിൾനെസ് മാത്രമാണെങ്കിൽ, ആ സാഹചര്യത്തിലേക്ക് നോക്കിയിട്ട് റീസണബിൾ ആണെങ്കിൽ മാത്രമേ, നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ അത് നമുക്ക് ശരിയായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ടെല്ലിങ് ലൈ അല്ലെ, ചിലപ്പോ നുണ പറയുക എന്നുള്ളത് എല്ലായിടത്തും നമ്മൾ തെറ്റാണ് എന്ന് പറഞ്ഞാലും ചില പ്രത്യേക സാഹചര്യത്തിൽ അതെന്തായിരിക്കും, റീസണബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് എന്തായിരിക്കും, ഗുഡ് ആയിരിക്കും. അതേപോലെ തന്നെ ആൻ ആക്ഷൻ അലൈൻഡ് വിത്ത് നോബിൾ വിർച്യു ക്യാൻ ബി മോറലി ക്വസ്റ്റ്യനബിൾ. സാധാരണഗതിയിൽ വളരെ നന്മയായിട്ട് കാണപ്പെടുന്ന ചില കാര്യങ്ങൾ ചില സമയത്ത് ധാർമ്മികപരമായിട്ട് മോറലി ചിന്തിച്ചില്ലെങ്കിൽ അത് ക്വസ്റ്റ്യനബിൾ ആയിരിക്കും, ചോദ്യം ചെയ്യപ്പെടായിരിക്കും. കാരണം എന്താ, ആ പ്രത്യേക സാഹചര്യത്തിൽ ഈ കാര്യം ചെയ്യുക എന്നുള്ളത് ഇറേഷണൽ, ഒരിക്കലും ബുദ്ധിപരമായിരിക്കില്ല. ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ആ ഉദാഹരണം തന്നെ പറയാം. സത്യം പറയുക എന്നുള്ളത് ശരിക്കും എന്താണ്, ഒരു നോബിൾ വിർച്യു, വളരെ മഹത്തരമായ കാര്യമാണ്. പക്ഷേ അത് ചില സ്പെസിഫിക് സിറ്റുവേഷൻസിൽ, ഉദാഹരണത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജീവൻ നഷ്ടമാവുമെങ്കിൽ ആ സമയത്ത് ഈ കാര്യം ചെയ്യുക എന്നുള്ളത് എന്താണ്, ഇറേഷണൽ, അതെന്താണ്, ഒരിക്കലും ബുദ്ധിക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് ആ ഒരു കോണ്ടക്സ്റ്റിൽ സത്യം പറയുക എന്നുള്ളത് മോറലി തെറ്റാണ്, ഗുഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു കാഴ്ചപ്പാട് പ്രകാരം നമ്മൾ പരിഗണിക്കേണ്ടത് എൻഡ് ഗോൾ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോ അതില് ആത്യന്തികമായ ലക്ഷ്യം നല്ലതാണ് എങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിന് പിന്നിൽ നമ്മൾ ചെയ്യാനുള്ള കാരണം നല്ലതാണെങ്കിൽ മാത്രം അത് നല്ലത്, അല്ല എങ്കിൽ ചീത്തയായിരിക്കും. നമ്മൾ ആ ടെക്സ്റ്റില് നമ്മുടെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് രാമായണത്തില് ശ്രീകൃഷ്ണൻ, അതേപോലെ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനും രാമായണത്തിൽ ശ്രീരാമന്റെ ചില കഥകളിൽ ഈ പറയപ്പെട്ട ഈ ഹൈന്ദവരുടെ ഈ വലിയ ദൈവങ്ങൾ ചതിപ്രയോഗം നടത്തിയിട്ട് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നതായി കാണാം. ചതിപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കത് തിന്മയാണ് എങ്കിലും അവരുടെ ആ പ്രത്യേകമായ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, നല്ലതായിരിക്കും. കാരണം അവിടെ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ, അവിടെ ഉദാഹരണത്തിന് സീതാദേവിയുടെ കഥയൊക്കെ പറയുമ്പോൾ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ചതിപ്രയോഗത്തിലൂടെയാണ് തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണിന്റെ മാനം രക്ഷിക്കാൻ നമുക്ക് ഈ ചതിപ്രയോഗം നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പൊ ദെയർ ആക്ഷൻസ് ആർ ജസ്റ്റിഫൈഡ് ആസ് മോറലി ഗുഡ്. ഈ പറയപ്പെട്ട ശ്രീകൃഷ്ണന്റെ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ശ്രീരാമന്റെ ആയിക്കോട്ടെ, ഇത്തരത്തിൽ അവർ ചതിപ്രയോഗം നടത്തി വിജയം നേടിയതിന് അത് നമുക്ക് നന്മയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത് ആ ഒരു കോണ്ടക്റ്റിൽ ശരിയായിരുന്നു. കാരണം അതുവഴി അവർ ഉദ്ദേശിച്ചത് വലിയ നന്മകൾ നേടിയെടുക്കാനും വലിയ തിന്മയെ തടുത്തു നിർത്താനുമാണ് അവർ ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ട്, ചെറിയൊരു തിന്മ ചെയ്യൽ കൊണ്ട് ഉദ്ദേശിച്ചത് എങ്കിൽ ആ തിന്മയെ നമ്മൾ നന്മയായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. ഇനി ക്രൈറ്റീരിയ ഓഫ് റേഷണൽ ബിഹേവിയർ. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു വസ്തു നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കേണ്ടത് അത് റേഷണൽ ആണെങ്കിലാണ്, അത് റീസണബിൾ ആണെങ്കിലാണ് മാത്രമേ ആ ഒരു വസ്തുവിനെ നമ്മൾ ഗുഡ് അല്ലെങ്കിൽ റോങ് ആയിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി ഒരു വസ്തു ഒരു കോണ്ടക്റ്റിൽ ഈ കാര്യം ചെയ്യുന്നത് റീസണബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ തീരുമാനിക്കും? പ്രധാനമായും കുറെ ക്രൈറ്റീരിയ അതിലുണ്ട്. ക്രൈറ്റീരിയ ഫോർ റേഷണൽ ബിഹേവിയർ. ഒരു ബിഹേവിയറിന് അത് റേഷണൽ ആണ്, അത് ബുദ്ധിപരമായിട്ടൊരു പെരുമാറ്റമാണ് എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. റേഷണാലിറ്റി വിച്ച് ഫോം ദ ബേസിസ് ഓഫ് മോറൽ കണ്ടക്ട് ഈസ് ഡിഫൈൻഡ് ബൈ 4 ക്രൈറ്റീരിയ. ഒരു കാര്യം അത് റേഷണൽ ആണ്, ബുദ്ധിപരമായിട്ടുള്ള പെരുമാറ്റമാണെന്ന് പറയാൻ നമുക്ക് 4 ക്രൈറ്റീരിയ എന്നുള്ളത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ലോജിക്കൽ കൺസിസ്റ്റൻസി ഓർ കോഹറൻസ്. ലോജിക്കലായിട്ടൊരു കൺസിസ്റ്റൻസി, സ്ഥിരത അതിനൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓരോ സ്ഥലത്തും ഇങ്ങനെ മാറി മാറി അറിയുന്നതാവാൻ പാടില്ല എന്നർത്ഥം. ഉദാഹരണത്തിന് മോറൽ ബിലീഫ്സ് ആൻഡ് ആക്ഷൻസ് മസ്റ്റ് ബി ഇന്റേണലി കൺസിസ്റ്റന്റ്. ഇന്റേണലായിട്ട് സ്ഥിരതയുള്ളതായിരിക്കണം ഈ പറയപ്പെടുന്ന നമ്മൾ മോറൽ ആയിട്ടുള്ള വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെയും കൺസിസ്റ്റന്റ് ആയ സാധനമായിരിക്കണം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും മുകളിലുള്ള ഒരു ആരോ മാർക്ക് ഉണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് നോക്കി. ഏറ്റവും മുകളിൽ അതിന്റെ അതിന്റെ പുറത്തിട്ട് അതിമതൊക്കെ എൻലാർജ് അതോ മിനിമൈസോ റീസ്റ്റോർ ക്ലോസ് അല്ല റീസ്റ്റോറോ മിനിമൈസോ ഇല്ല ഏറ്റവും മുകളിൽ അല്ലല്ലേ? അതല്ലെങ്കിൽ ഇവിടെ അടിയിൽ ആ മൈക്കിന്റെ അവിടെ കാണിക്കുന്നിടത്ത് 3 ഡോട്ട് ഉണ്ടല്ലേ? ആ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിലുണ്ടാവും 3 ഡോട്ട് ഉണ്ടാവും. അതല്ല, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓപ്ഷൻ ഉണ്ടാവും. സൂം ഔട്ട് ഉണ്ടോ? ഇല്ലല്ലേ? ഞാനിത് ക്ലോസ് അടിച്ചാ പോവും. പിന്നെ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ക്ലോസ് ചെയ്താ പോവും. നിങ്ങൾ ക്ലോസ് ചെയ്താൽ പോകാൻ സാധ്യത. നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടോ? അതായിരിക്കും സംഭവം. ഞാൻ പറഞ്ഞ ആ ക്ലോസിന്റെ ഇപ്പുറത്തുള്ള ക്ലോസിന്റെ പുറത്തൊരു ബട്ടൺ ഉണ്ടല്ലോ, ഒരു അവിടെ അല്ല. ഓക്കെ, ഓക്കെ. അപ്പൊ ഒരു ബിഹേവിയർ റേഷണൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ബിഹേവിയർ നമുക്ക് റീസണബിൾ അല്ലെങ്കിൽ റേഷണൽ ആയിട്ടുള്ള ബിഹേവിയർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് 4 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ നമ്മളുടെ ഈ പറയപ്പെടുന്ന സാധനം ലോജിക്കലി കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യാം, നമ്മള് ഉദാഹരണമായി പറയുന്നത് അല്ലെ, എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുക, അതേസമയം ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളത് ശരിക്കും ഇറേഷണൽ ആണ്. കാരണം അവരുടെ കൺസിസ്റ്റൻസി വരുന്നില്ല. ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു, അതോടൊപ്പം അവർ എന്നെ ബഹുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത കാലത്തോളം നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ അവർ എന്നെ ബഹുമാനിക്കണമെന്ന് വിശ്വസിക്കുന്നത് ഇറേഷണൽ ആണ്, ഒരിക്കലും റേഷണൽ ആയ ചിന്താഗതിയല്ല. അപ്പൊ അത് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഒരു കാര്യം റേഷണൽ ആവണമെങ്കിൽ ആദ്യം അതിൽ വേണ്ടത് ലോജിക്കൽ കൺസിസ്റ്റൻസി ആയിരിക്കണം അതിൽ വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് കാണുന്നുണ്ട് നിങ്ങൾക്ക്? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. മറ്റൊന്ന് പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഈ യൂണിവേഴ്സൽ ആയ പ്രിൻസിപ്പിൾ ജനറൽ ആയിരിക്കണം, ഒരു സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നതാവാൻ പാടില്ല. ബിഹേവിയർ ഷുഡ് ബി ഗൈഡഡ് ബൈ ജനറൽ പ്രിൻസിപ്പിൾസ്, നോട്ട് ആർബിറ്ററി ഓർ ചേഞ്ചിങ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായത്തെ അടിസ്ഥാനമാക്കിയല്ല ഈ പ്രിൻസിപ്പിൾസ് ഉണ്ടാവേണ്ടത്, മറിച്ച് എല്ലായിടത്തേക്കും പാകമായിട്ടുള്ള, എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ആയിരിക്കണം ഈ ബിഹേവിയറുകളെ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഉദാഹരണത്തിന്, ഒരാൾ ഒരു സ്ഥലത്ത് സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയായിരിക്കും മറ്റു സ്ഥലത്തും സ്വീകരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പിൾ സംബന്ധിച്ചിടത്തോളം, അയാളൊരു കുട്ടിയെ ഒരു കാര്യത്തിൽ ശിക്ഷിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ ആ ഒരു കുട്ടിയെ ശിക്ഷിക്കാൻ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം അയാൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതേ മാനദണ്ഡ പ്രകാരം വന്ന് മറ്റൊരു കുട്ടിയെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് ഇറേഷണൽ ആണ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത. കാരണം എന്താ, ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ബിഹേവിയർ ഷുഡ് ബി ഗൈഡഡ് ബൈ ജനറൽ പ്രിൻസിപ്പിൾസ്, നോട്ട് ആർബിറ്ററി ഓർ ചേഞ്ചിങ്. നമ്മുടെ സ്വഭാവത്തിനെ ഗൈഡ് ചെയ്യേണ്ടത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, എപ്പോഴും ജനറൽ ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം. അല്ലെങ്കിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അഭിപ്രായങ്ങളാവാൻ പാടില്ല എന്നർത്ഥം. മറ്റൊന്നാണ് എംപിരിക്കൽ എവിഡൻസ് ഓർ ഗുഡ് റീസൺസ്. നമ്മൾ ചെയ്യുന്ന കാര്യം നന്മയാണോ തിന്മയാണോ തീരുമാനിക്കേണ്ടത് അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകുമ്പോഴാണ്. ഒരു കാര്യം ഞാൻ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റാണ് എന്ന് തീരുമാനിക്കേണ്ടത് അവിടെയുള്ള എംപിരിക്കൽ ആയിട്ടുള്ള എവിഡൻസ്. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ നേത്ര പരിശോധന ക്യാമ്പയിൻ എടുക്കുക, അതിന് നമ്മൾ നന്മയാണ് തീരുമാനം പരിശോധിക്കുന്നതിനാണ് അവർക്ക് തെളിവ് വെച്ചിട്ടാണ്. അവർക്ക് ഡോക്ടർ പറയുന്നു നമ്മൾ നടത്തിയത് പാവങ്ങളെ സഹായിക്കാനാണെങ്കിൽ അത് നല്ലത്. അല്ല, ഡോക്ടർ പറയുന്നു നിങ്ങൾ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്ത.
അപ്പോൾ ആക്ഷൻ മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ഒബ്ജക്റ്റീവ് എവിഡൻസ് ഓർ വാലിഡ് റീസൺസ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ എവിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോ വാലിഡ് റീസൺ ഇല്ലാത്ത ഒരു പ്രവർത്തനം അതൊരിക്കലും നമുക്ക് മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ ഒരു കാര്യം ചെയ്തു, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമല്ല താൻ ചെയ്തു, ശരിക്കും നന്മയായിരിക്കാം, പക്ഷേ ഈ നമ്മുടെ ഈ മൊറാലിറ്റിയുടെ പ്രിൻസിപ്പിൾ പ്രകാരം അതിനെ ഒരു മൊറാലിറ്റി ആയിട്ട് മോറൽ ആയിട്ടുള്ള കാര്യമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതൊരിക്കലും മോറൽ ആക്ഷൻ ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. ഓക്കെ, നാലാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ് പബ്ലിക് ഇന്റലിജിബിലിറ്റി. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു കാര്യം എന്തുകൊണ്ട് ഈ കാര്യം ചെയ്തു എന്ന കാരണം അത് നമുക്ക് മാത്രം ബോധ്യപ്പെടുന്ന ഒന്നാവാൻ പാടില്ല. അത് ഒരു സാധാരണക്കാരന്റെ പ്രത്യക്ഷത്തിൽ ഒരു കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാലും ആ ചെയ്ത കാര്യത്തിൽ നിന്ന് ഒരു ന്യായം ഉണ്ടായിരിക്കണം. അപ്പോഴേ ആ ഒരു കാര്യത്തെ റേഷണൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. അതാ പറയുന്നത്, ഒരു കാര്യം അത് റേഷണൽ ആണ്, അത് റീസണബിൾ ആണ്, മോറൽ ഗുഡ് ആണെന്ന് തീരുമാനിക്കണമെങ്കിലുള്ള നാലാമത്തെ ക്രൈറ്റീരിയ എന്നുള്ളത് പബ്ലിക് ഇന്റലിജിബിലിറ്റി. ആ ഒരു പ്രവർത്തനത്തിൽ എന്താവണം, പൊതുജനങ്ങളെ കൂടി അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അഥവാ ഇയാൾ ഇന്ന കാര്യം ചെയ്തത് ഇന്ന കാര്യം കൊണ്ടാണെന്ന് ജനങ്ങൾ കൂടി മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അവിടെ സാഹചര്യം ഉണ്ടാവേണ്ടത്. ദ റീസൺസ് ഫോർ ബിഹേവിയർ മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് acceptable from a public shared perspective, not based on private idiosyncratic justifications. ഒരു വ്യക്തിഗതമായിട്ടുള്ള ന്യായീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായി ആവാൻ പാടില്ല. മറിച്ച് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നത് ഒരു പൊതു കാഴ്ചപ്പാട്, ഒരു പൊതുജനത്തിന് പോലും എന്താവണം അതിന്റെ പിന്നിലുള്ള റീസൺ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ബിഹേവിയർ മോറലി ഗുഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒരു പ്രവർത്തനമാണ്, അപ്പൊ ഈ ഒരു പബ്ലിക് ഇന്റലിജിബിലിറ്റി, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് ചെയ്തു എന്ന് പൊതുജനങ്ങളെ കൂടി ബോധ്യപ്പെടുന്ന രീതിയിലാവുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, റാഷണലൈസേഷൻ എന്ന പ്രക്രിയയിൽ നിന്നും വ്യത്യാസം വരുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തു, നമ്മൾ തെറ്റ് ചെയ്തു പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കാം, പക്ഷെ പൊതുജനങ്ങൾക്ക് തെറ്റ് തന്നെയാണ്. അപ്പൊ നമ്മളുടെ തെറ്റ് ന്യായീകരിക്കാൻ കുറെ കാരണങ്ങൾ പറയും. അപ്പൊ അതൊരിക്കലും നമുക്ക് എന്താ പരിഗണിക്കാൻ കഴിയില്ല, മോറലി ഗുഡ് ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഈ ചെയ്ത പ്രവർത്തനം ഒരു പൊതു ജനത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ കാരണങ്ങൾ എന്ത് ചെയ്യുന്നില്ല, യോജിച്ചു വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മോറലി ഗുഡ് ആണെന്ന് പരിഗണിക്കാൻ കഴിയില്ല എന്നർത്ഥം. മനസ്സിലായോ? നമ്മള് ഉദാഹരണത്തിന് ഈ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നൊക്കെ പറയാറില്ലേ, ആ ഒരു ഉദാഹരണം മനസ്സിലാക്കുക. ഇപ്പൊ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന പറഞ്ഞാൽ എന്താ, അപ്പൊ എനിക്ക് ആ സാധനം കിട്ടിയില്ല അതുകൊണ്ട് മുന്തിരിയൊക്കെ പൊളിച്ചതാണെന്ന് പറയാം. അപ്പൊ ഈ മുന്തിരി പൊളിച്ചതാണെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അത് ശരിയായ നിലപാടല്ല. എന്തുകൊണ്ട്? കാരണം ജനങ്ങൾ നോക്കുമ്പോൾ അവർക്ക് കിട്ടിയ മുന്തിരിക്ക് നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പൊ ഇയാൾ പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാ? കാരണം എനിക്ക് മുന്തിരി പൊളിച്ചിട്ടാവുമ്പോൾ എന്റെ മാത്രം പ്രത്യേകമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ആ രീതിയിലാവാൻ പാടില്ല. ഒരു വസ്തു അത് മോറലി ഗുഡ് ആണെന്ന് തീരുമാനിക്കാനുള്ള നാലാമത്തെ ക്രൈറ്റീരിയ പബ്ലിക് ഇന്റലിജിബിലിറ്റി. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നു എന്നത് പൊതുജനത്തിന് കൂടി, പബ്ലിക്കിന് കൂടി കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ വ്യക്തി അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറെ ടേംസുകളുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പോണത്. ഡിഫറൻസ് ബിറ്റ്വീൻ മോറൽ ഇൻസ്പെക്ഷൻ, മോറൽ ട്രെയിനിങ്, അതേപോലെ മോറൽ എഡ്യൂക്കേഷൻ. ഇത്തരത്തില് കുറെ ഇതൊക്കെ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലും മോറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ സെയിം ആണോ ഇല്ലയോ, ഇതുമായി ബന്ധപ്പെട്ട കുറെ കോൺസെപ്റ്റുകളുടെ വ്യത്യാസമാണ് പറയുന്നത്. അപ്പൊ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുറെ ഫിക്സ്ഡ് ആയിട്ടുള്ള കുറെ മൂല്യങ്ങളെ, കുറെ വാല്യൂസിനെ മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുക എന്നത് മാത്രമല്ല ഈ മോറൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ, അതേപോലെ തന്നെ ഒരു മോറൽ ഓട്ടോണമി, ഒരു ധാർമ്മികപരമായിട്ടുള്ള
സ്വയം നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് മോറൽ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് മോറൽ എഡ്യൂക്കേഷനിൽ ഒരുപാട് ടേംസുകൾ കടന്നു വരാറുണ്ട് അല്ലെ. ഇൻസ്ട്രക്ഷൻ എന്താണ്? മോറൽ ഇൻസ്ട്രക്ഷൻ, ധാർമ്മികമായ നിർദ്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മികമായ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മികമായി കണ്ടീഷനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം ഒരേ മീനിങ്ങോടെയാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് എങ്കിലും ശരിക്കും വ്യത്യസ്ത അർത്ഥങ്ങളുള്ളതാണ്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ ഒന്നാമത്തെ ട്രെയിനിങ്. എന്താണ് മോറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അപ്പൊ ട്രെയിനിങ് എന്ന ഈ കോൺസെപ്റ്റ് മിസ്സായിട്ടുള്ളൂ. ആദ്യം എന്താണ് ഈ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ ഒരു ക്രിട്ടിക്കൽ അവയർനെസ്, ഓരോ കാര്യത്തെയും വിമർശനാത്മകമായിട്ട് സമീപിക്കാൻ, അതേപോലെ തന്നെ സ്വന്തമായ ഒരു ഓട്ടോണമി, സ്വയം നിയന്ത്രണം, ഒരു സ്വയം അധികാരം ഉണ്ടാക്കിയെടുക്കാൻ, അയാളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അയാൾക്കൊരു അധികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന എന്ന ഉദ്ദേശത്തോടെയാണ് എഡ്യൂക്കേഷൻ ഉള്ളത്. അപ്പൊ ഇത് ഒരു ഓട്ടോണമിയിലേക്ക് പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഓട്ടോണമി, അയാളുടെ ഒരു സ്വതന്ത്ര അവകാശം, ബോധം ഉയർത്തിയെടുക്കുന്നതിൽ, അയാളുടെ ഒരു ഓട്ടോണമി ഉയർത്തിയെടുക്കുന്നതിൽ എഡ്യൂക്കേഷൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഈ എഡ്യൂക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയെ അവർക്ക് അനുസരിച്ചുകൊണ്ട് ചിന്തിക്കാനും അവർക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും തിരഞ്ഞെടുക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇതില് എന്ത് ചെയ്യുന്നുണ്ട്? ഈ എഡ്യൂക്കേഷൻ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് വർത്ത് പെർസ്യൂയിങ് ഫോർ ദെയർ ഓൺ സേക്ക്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ നോളേജ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ അവർ വലിയ മഹത്തരമായിട്ട് കാണുന്ന ആളുകളായിരിക്കും അർത്ഥം. ഇപ്പൊ എഡ്യൂക്കേഷൻ ഇത്രയേ ഉള്ളൂ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ ഓട്ടോണമി വളർത്തിയെടുക്കുകയും അയാളുടെ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും അതേപോലെ ക്രിട്ടിക്കൽ അവയർനെസ്, അയാളുടെ നിരീക്ഷണ പാഠവത്തെയും വളർത്തിയെടുക്കുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോ വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിയിൽ ഓട്ടോണമി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെ, വിദ്യാഭ്യാസം ഒരു വ്യക്തിയിൽ അയാളുടെ ഒരു ഓട്ടോണമി ഉണ്ടാക്കിയെടുക്കാൻ അയാളെ സഹായിക്കുന്നു എന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ട്രെയിനിങ് നോക്കാം. എന്താണ് ഈ മോറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ? മോറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രത്യേകമായിട്ടുള്ള കുറെ കഴിവുകൾ, കുറെ കാര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അയാളെ സഹായിക്കുക. അതാണ് ട്രെയിനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് അതിൽ ഓട്ടോണമി ഉണ്ടോ? ഇല്ല. ഒരു ട്രെയിനിങ് ക്യാമ്പ്, നമുക്കറിയാം, നമ്മൾ ഒരു ട്രെയിനിങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മൾ അവിടുത്തെ റിസോഴ്സ് പേഴ്സൺ നമ്മൾ പരിശീലിപ്പിക്കുന്നത് മാത്രം. അപ്പോൾ അവിടെ ഈ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് എന്ത്, അതിൽ ഒരു ഓട്ടോണമി, സ്വയം തീരുമാനിക്കാനുള്ള ഒരു അവകാശം അതിൽ ഉണ്ടായിരിക്കില്ല. എന്ന് മാത്രമല്ല, ഒരാൾക്ക് മോറലായിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല, അധാർമികപരമായിട്ടുള്ള കാര്യത്തിലും ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടാം, അയാൾക്ക് ട്രെയിനിങ് നൽകപ്പെടാം. ടിക് പോക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ പോലെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ എന്നുള്ളത് എപ്പോഴും മോറലായിരിക്കും. എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റിയാണ്. അതുകൊണ്ട് ചീത്ത കാര്യങ്ങൾ പഠിക്കുന്നത് എന്താ പരിഗണിക്കാൻ പറ്റില്ല, എഡ്യൂക്കേഷനായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. എന്നാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എഡ്യൂക്കേഷന്റെ അതേ അർത്ഥത്തിൽ ചില ആളുകൾ ഈ ട്രെയിനിങ്ങിന്റെ പദം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ടേമുകൾ എടുത്ത് പരിചയപ്പെടുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു വ്യക്തിക്ക്, അതിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഓട്ടോണമി ഉണ്ടായിരിക്കില്ല. എന്ന് മാത്രമല്ല, ചിലപ്പോൾ മോറൽ ആയിട്ടുള്ള, മറ്റു ചിലപ്പോൾ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രെയിനിങ് നടത്തപ്പെടാം. ഇനി എന്താണ് ഈ ഇൻസ്ട്രക്ഷൻ? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലും മോറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാലും മോറൽ ഇൻസ്ട്രക്ഷൻ ഒന്നാണോ? അല്ല. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലും വേറെ അർത്ഥം. ഒരു കാര്യത്തിന് നിർദ്ദേശം കൊടുക്കുക എന്നാണ് അതിന്റെ മലയാളം, അല്ലെ? അപ്പോൾ സ്പെസിഫിക് ഇൻഫർമേഷൻ ഓർ റൂൾസ്, ചില പ്രത്യേകമായ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുക, വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഓട്ടോണമി, ഒരു വ്യക്തിയിൽ ഒരു ഓട്ടോണമി ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ ഒരു ലക്ഷ്യവും എന്തിൽ വരുന്നില്ല, ഇൻസ്ട്രക്ഷൻ, ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ വരുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ സ്വയം പര്യാപ്തനാക്കണം എന്നൊരു ഉദ്ദേശം വരുന്നുണ്ട്. ട്രെയിനിങ്ങിന്റെ അവിടെയും ഇൻസ്ട്രക്ഷൻ്റെ അവിടെയും നമ്മൾ ഉദ്ദേശം വരുന്നില്ല എന്നർത്ഥം.
അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? ഇൻവോൾവ് സ്പീച്ചിങ് ഫാക്ച്വൽ ഡൂസ് ആൻഡ് ഡോൺസ് വിത്തൗട്ട് നെസസറിലി ഫോസ്റ്ററിംഗ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. ഇത് നമ്മൾ ആർക്കാണോ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അയാൾക്ക് ഒരു ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ, അതിനെ വിലയിരുത്താനുള്ള സാഹചര്യം കൊടുക്കാതെ കുറെ കാര്യങ്ങൾ ഇത് ചെയ്യണം, ഇത് ചെയ്യേണ്ട എന്ന് മാത്രം എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടീഷനിങ്, അതേപോലെ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടോ? ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഞാനവിടെ ഒരു ഡോഗിന്റെ സാറിന് ഞാനിത് പറയാൻ പറഞ്ഞു. ഞാനവിടെ ഡോഗിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് തോന്നി ഇയാളിപ്പോ എന്തിനാ ഡോഗിന്റെ ഫോട്ടോകൾ കൊടുത്തെന്ന് തോന്നുന്നു. അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും? നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഇവാൻ പാവ്ലോവിന്റെ പട്ടിയാണോ അത്? അതെ 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 അതെ. അയാൾ ഈ കണ്ടീഷനിങ് തിയറിയിൽ പരീക്ഷണം നടത്തപ്പെട്ടത് ആദ്യമായി ഒരു പട്ടിയിലായിരുന്നല്ലോ പരീക്ഷണം നടത്തിയത്. അപ്പൊ അതിനെ റെസ്പോൺസിനെ വെച്ചെന്ന് മാത്രം. അപ്പൊ ഏതായാലും എന്താണ് ഈ മോറൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ഒരു ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കണ്ടീഷനിങ് എന്ന സാധനം. ഞാൻ പറഞ്ഞല്ലോ, ഈ മോറൽ എഡ്യൂക്കേഷൻ, മോറൽ ട്രെയിനിങ്, മോറൽ ഇൻസ്ട്രക്ഷൻ ഇതൊക്കെയും ഒരേ സാധനമാണ് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി, കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഈ ഭാഗം ഉള്ളത്. അപ്പൊ ഈ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാണോ? അല്ല. കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ടു ഇൻസ്റ്റിൽ സ്പെസിഫിക് ബിലീഫ്സ് ഓർ റെസ്പോൺസസ് അൺക്രിട്ടിക്കലി. ഒരു വിമർശനവും ഇല്ലാതെ തന്നെ ചില പ്രത്യേകമായ വിശ്വാസങ്ങളെ കുത്തിവെക്കുന്ന പരിപാടിക്കാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. എഡ്യൂക്കേഷനിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ പഠിക്കാതിരിക്കാം. ട്രെയിനിങ്ങിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. ട്രെയിനിങ് സ്പെസിഫിക് സ്കിൽസിനെ പകർന്നു കൊടുക്കുക ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷനും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യണം, ചില ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൊടുക്കുക ചെയ്യുന്നത്. കണ്ടീഷനിൽ അങ്ങനെയല്ല, കുറച്ചുകൂടി കുത്തിവെക്കുകയാണ് അല്ലെ? അന്ധമായിട്ട് ചില കാര്യങ്ങൾ ബിലീഫ്സിനെ കുത്തിവെക്കുന്നു, അതേപോലെ ചില അന്ധമായിട്ട് ചില റെസ്പോൺസുകളെ കുത്തിവെക്കുന്ന പരിപാടിയാണ് നമ്മൾ അൺകണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ കണ്ടീഷനിങ് ഓട്ടോണമിയുടെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. എന്താ ബന്ധം? നെഗറ്റീവ് ബന്ധമാണുള്ളത്. കണ്ടീഷനിങ് എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിയുടെ ഓട്ടോണമിയെ പാടെ ടച്ചുടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ സ്വന്തമായ അഭിപ്രായം ഉണ്ടാവും, പക്ഷെ ചില കാര്യങ്ങൾ കണ്ടീഷനിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആ മേഖലയിലെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? മാറ്റിക്കളയും. ഞാൻ കണ്ടീഷനിങ് ചെയ്യപ്പെടുന്ന രീതിയിൽ മാത്രമേ ഇതിനെ പ്രതികരിക്കുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷനിങ് എന്ത് ചെയ്യുന്നു? ആക്റ്റീവ്ലി സപ്രസസ് ഓട്ടോണമി. ഒരു വ്യക്തിയുടെ സ്വയം ഉള്ള അവകാശത്തെ, സ്വയം നിയന്ത്രിക്കാനുള്ള അവകാശത്തെ, സ്വയം തീരുമാനിക്കാനുള്ള അവകാശത്തെ എന്ത് ചെയ്യുന്നു? അത് പരിപൂർണമായും അടിച്ചമർത്തുന്നു. ഡെലിബറേറ്റ്ലി പ്രിവെന്റ്സ് ക്വസ്റ്റ്യനിങ്. അപ്പോ ഒരു വസ്തുവിന് നേരെ ചോദ്യം ഉന്നയിക്കുന്നത് എന്ത് ചെയ്യുന്നു? അത് മനഃപൂർവ്വം തടുത്തു നിർത്തി കളയുകയും ചെയ്യുന്നു. നമുക്കറിയാം, മതപരമായിട്ടുള്ള അതേപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻഡോക്ട്രിനേഷൻ, സിദ്ധാന്തങ്ങൾ കുത്തിവെക്കുക എന്നുള്ള പരിപാടി, അല്ലെങ്കിൽ കണ്ടീഷനിങ് ചെയ്യുക എന്നുള്ള പരിപാടി എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളെ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അത് എല്ലാം അടിച്ചമർത്തുന്നു, ഇല്ലാതെയാക്കി തീർക്കുന്നു എന്നർത്ഥം. അതോടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇനി അടുത്ത് മോറൽ ജഡ്ജ്മെന്റ് ആൻഡ് ദെയർ ക്രൈറ്റീരിയ. ഒരു കാര്യം നല്ലതാണ് ചീത്തയാണ് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം പരിഗണിച്ചിട്ടാണ് പറയേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഈ മോറൽ ആക്ഷൻ ഈസ് അസസ്ഡ് ബേസ്ഡ് ഓൺ 2 എസൻഷ്യൽ ക്രൈറ്റീരിയ. ഒരു ആക്ഷൻ, ഒരു പ്രവർത്തനം നമ്മൾ വിലയിരുത്തേണ്ടത് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഒന്ന്, ആ വ്യക്തി അത് സ്വന്തമായിട്ട് സ്വയ താല്പര്യത്തോടെ ചെയ്തതാണോ അല്ലയോ, പിന്നെ അത് ഇയാളുടെ ഉദ്ദേശം എന്താണ്. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു കാര്യത്തെ നമ്മൾ വിലയിരുത്തുന്നത്. ഒരാൾ നല്ല കാര്യം ചെയ്തു, പക്ഷെ അയാളെ നിർബന്ധിച്ചാണ് ഒരാൾ ചെയ്തത് എങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്തു? പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചു, പക്ഷെ അയാൾ ചെയ്യാനുള്ള കാര്യം ചോദിച്ചപ്പോൾ ഏതോ ഒരു ഗുണ്ടാത്തലം പിടിച്ചിട്ടുണ്ട്, ഇതാണ് ഇയാളെ നിർബന്ധിപ്പിച്ച് കൊടുപ്പിച്ചതാണ് എങ്കിൽ അതിന് നല്ലതായി പരിഗണിക്കാൻ പറ്റൂല. കാരണം ഒരു സാധനത്തെ അത് മോറലി ഗുഡ് ആണെന്ന് പറയണമെങ്കിൽ അയാൾ ഫ്രീ വില്ലോടെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ, ഒരു കാര്യം ഒരാൾ ഫ്രീ വില്ലോടെയാണ് ചെയ്തത്, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത്, പക്ഷെ അത് ചെയ്യാൻ പിന്നിലെ അയാളുടെ ഉദ്ദേശം മോശമാണ് എങ്കിൽ ആ കാര്യത്തെ ചെയ്ത കാര്യം നല്ലതാണെങ്കിലും നമുക്ക് നല്ലതായിട്ട് പരിഗണിക്കാൻ പാടില്ല. അപ്പൊ ഏതായാലും മോറൽ ജഡ്ജ്മെന്റ് ആൻഡ് ദെയർ ക്രൈറ്റീരിയ. ഒരു വസ്തുവിനെ മോറലി ജഡ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് പറയുന്നത്.
രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു വസ്തു മോറലി ഗുഡ് ആണോ അല്ല ചീത്തയാണോ തീരുമാനിക്കേണ്ടത്. ഒന്നാമത്തത് ഫ്രീ വിൽ. അയാൾ ആ കാര്യം ചെയ്തത് അയാളുടെ ഇഷ്ടപ്രകാരമാണോ അല്ലയോ എന്നാണ്. ആൻ ആക്ഷൻ ഈസ് ഓൺലി മോറൽ ഓർ ഇമ്മോറൽ ഇഫ് പെർഫോംഡ് ഔട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഓൺ ഫ്രീ വിത്തൗട്ട് എക്സ്റ്റേണൽ കൊയേഷൻ. മറ്റാരും നിർബന്ധിക്കാതെ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ അത് മോറലാണ് അല്ലെങ്കിൽ ഇമ്മോറലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാൾ മറ്റൊരാളെ കൊന്നു എന്ന് സങ്കല്പിക്കുക. ഇയാളെ കൊന്ന ഈ പരിപാടി അതൊരിക്കലും ശരിയല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ അയാൾ ചെയ്തത് സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ അപ്പുറത്ത് നിർബന്ധിച്ച് കൈകൊണ്ട് പിടിച്ച് നിർബന്ധിച്ച് കൊല്ലിപ്പിച്ചതാണ് എങ്കിൽ ഈ വ്യക്തിയെ നമുക്ക് ഇമ്മോറലാന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അയാൾ നിർബന്ധിച്ച ആളാണ് തെറ്റുകാരൻ. അപ്പൊ അതാ പറഞ്ഞത്, ഒരു കാര്യം അത് മോറലാണ്, അത് ശരിയാണ് അല്ലെങ്കിൽ ഇമ്മോറലാണ് തീരുമാനിക്കേണ്ടത് അത് അയാളുടെ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ മാത്രമാണ്. ഒരാൾ മറ്റൊരാളെ നിർബന്ധിച്ചാണ് ഒരു കാര്യം ചെയ്തത് എങ്കിൽ ദ ഇൻഡിവിജ്വൽ കനോട്ട് ബി ഹെൽഡ് ഫുള്ളി റെസ്പോൺസിബിൾ ആൻഡ് ദ ആക്ട് ലോസസ് ഇറ്റ്സ് മോറൽ ക്വാളിറ്റി. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ, ഒരു കാര്യം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പുണ്യമോ അല്ലെങ്കിൽ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തെറ്റിനോ അയാൾ റെസ്പോൺസിബിൾ അല്ല. ആ ചെയ്ത വ്യക്തി റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അയാൾ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് ചെയ്തത് എങ്കിൽ അയാൾ ചെയ്ത നന്മകാര്യത്തിന്റെ പുണ്യവും അയാൾക്ക് അവകാശമില്ല, ചെയ്ത തിന്മകളുടെ ശിക്ഷക്കും അയാൾക്ക് അവകാശം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ല എന്നർത്ഥം. കാരണം ഫ്രീ വില്ലോടെ ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു ക്വാളിറ്റി, മോറൽ ക്വാളിറ്റി ഉണ്ടാവുന്നുള്ളൂ എന്നർത്ഥം. ഇനി മറ്റൊരു ക്രൈറ്റീരിയയാണ് ഒരു കാര്യം നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ തീരുമാനിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ് ഇന്റൻഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ. ഒരാൾ അത് ചെയ്യാനുള്ള അയാളുടെ മോട്ടീവ്, എന്തുകൊണ്ടാണ് അയാൾ ചെയ്തത്, അത് പിന്നീട് അയാൾ ചെയ്യാനുള്ള അയാൾ പ്രേരിപ്പിച്ച ഘടകം കൂടി പരിഗണിച്ചിട്ട് അയാൾ ചെയ്ത കാര്യത്തിൽ നമുക്ക് നല്ലതാണോ ചീത്തയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഏതായാലും ഒരു കാര്യം അതിന്റെ മോട്ടീവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് നന്മയാണോ തിന്മയാണോ തീരുമാനിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവാണ്. ഇമ്മാനുവൽ കാന്റൊക്കെ പറയുന്നത് ഒരാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരു കാര്യം ചെയ്തു, അത് ചിലപ്പോൾ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം അത് നന്മയായതുകൊണ്ട് ശരിയായതുകൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത് ചെയ്ത അയാൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം ചെയ്ത ആ കാര്യത്തിന് മാത്രമേ അതിന് മാത്രമേ ശരിക്കുള്ള വിലയുള്ളൂ. ഒരാൾ തന്റെ ഡ്യൂട്ടി നിറവേറ്റാൻ വേണ്ടി ചെയ്ത കാര്യത്തിൽ ഒരിക്കലും നമുക്ക് നന്മയാണെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പോലീസുകാരൻ കള്ളനെ പിടിച്ചു. അപ്പൊ അത് വലിയ നന്മയാണെന്ന് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. കാരണം അയാൾ കള്ളനെ പിടിക്കുക എന്നത് അയാളുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആക്ഷൻ ഡൺ ഫോർ ദ സേക്ക് ഓഫ് ഡ്യൂട്ടി, ഒരാളുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് അയാൾ ചെയ്ത ഒരു കാര്യം. മോട്ടിവേറ്റഡ് പ്യുവർലി ബൈ ദ ഡിസയർ ടു ഡു വാട്ട് ഈസ് റൈറ്റ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ശരിയായത് ചെയ്യണമെന്ന ആഗ്രഹത്താൽ മാത്രം ചെയ്തൊരു കാര്യം, അതിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ മോറൽ വേർത്ത് അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ വില കൽപ്പിക്കാനുള്ളതുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഈ നമ്മൾ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്ത സാധനം അത് ചിലപ്പോൾ അത് ചിലപ്പോൾ ശരിയായ കാര്യമായിരിക്കാം. പക്ഷെ അത് അവിടുത്തെ മോട്ടീവ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടി ചെയ്തതാണത്, റെപ്യൂട്ടേഷന് വേണ്ടി ചെയ്തതാണ് തന്നെ അത് പ്രത്യേകിച്ച് മോറൽ വാല്യൂ ഒന്നും ഇല്ലാത്തതാണ് എന്നാണ് ചുരുക്കം. നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം ഇവിടേക്ക് ബാധകമായിരിക്കും അല്ലെ. ഒരു ഐ സർജൻ, അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ഫ്രീ ക്യാമ്പ് സംഘടിപ്പിച്ചു. അയാളുടെ അയാളുടെ ഇന്റൻഷൻ ജെന്യൂൻ ആണ് എങ്കിൽ അത് നല്ലതാണ്. അയാളുടെ ഇന്റൻഷൻ കുറച്ച് കസ്റ്റമേഴ്സ് അയാൾക്ക് ഭാവിയിൽ കിട്ടണമെന്നാണെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല. അതേപോലെ തന്നെ ഒരു ലീഗൽ കോണ്ടക്സ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പറയാൻ പറ്റും അല്ലെ. ഒരാള് നല്ല ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ, ക്രിമിനൽ ആക്ടിവിറ്റീസ് കുറക്കണം എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നന്മയും, അയാൾക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ചീത്തയുമായിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാണ്ടോ? Okay, wonderful. Okay, sir. Okay, thank you.